സോ ഗൈസ് എന്തെങ്കിലും ശേഷം സുഖമായിരിക്കുന്നുണ്ട് പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെ യു കെയിലെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളൊരു ചുമതല ഞാൻ ഏറ്റെടുത്തത്. അതേപോലെ തന്നെ ഞാൻ ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ യു കെയിൽ എന്താണ് നടക്കുന്നതെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. സൗത്ത് പോർട്ടിലുണ്ടായിട്ടുള്ള സ്റ്റാബിങ്ങിനെ തുടർന്ന് യു കെയിൽ അങ്ങിങ്ങായിട്ട് കലാപം ഇല്ലെങ്കിൽ പ്രക്ഷോഭം അലയടിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതുപോലൊപ്പം തന്നെ യു കെയിലെ ഇപ്പോൾ ഈ കലാപത്തിനെ ചുറ്റിപ്പറ്റി മലയാളികൾ അങ്ങിങ്ങായിട്ട് എന്താ പറയുക, സോഷ്യൽ മീഡിയയിലൂടെ വാഗ്വാദങ്ങളും പല രീതിയിലുള്ള കമൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. തീർച്ചയായിട്ടും നമുക്കും കുറച്ചധികം ആൾക്കാർ വിളിച്ച് ഇന്ന കാര്യങ്ങൾ പറയാനായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിനൊക്കെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ആദ്യം വേണമെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് കൊച്ചു സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ഷെയർ ചെയ്യാം. സോ ഗൈസ്, ഇപ്പൊ യു കെയിൽ നടക്കുന്ന കലാപങ്ങൾ നമുക്കറിയാം. ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും യു കെയിലേക്ക് വരുന്ന സിറ്റിസൺസിന് വാർണിംഗ് കൊടുത്തിട്ടുണ്ട്, ട്രാവൽ അലർട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം യു കെയിൽ നടക്കുന്ന ഡിസോർഡേഴ്സിന് അതിനെ ശ്രദ്ധിക്കണമെന്ന് വലിയ രീതിയിൽ പല രാജ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും യു കെയിലേക്ക് വരുന്ന സിറ്റിസണാണ് നമ്മുടെ ഇന്ത്യ ഹൈക്കമ്മീഷൻ വാണിംഗ് കൊടുത്തത്. എന്നാൽ യു കെയിൽ ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യമുണ്ട്. ഇപ്പോൾ ഒരു സൗത്ത് പോർട്ടിൽ ഉണ്ടായിട്ടുള്ള 17 വയസ്സുകാരൻ ചെയ്ത തെറ്റിൽ 3 പെൺകുട്ടികളുടെ ചെറിയ കൊച്ചുങ്ങളുടെ ജീവൻ പൊലിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഉണ്ടായ കലാപങ്ങൾ യു കെയുടെ അങ്ങിങ്ങായിട്ട് വലിയ രീതിയിൽ പരന്ന് കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ അയർലൻഡ് യു കെയിലും ആവർത്തിക്കുന്നു. ഇല്ലീഗൽ ഇമിഗ്രൻസിനെതിരെ ഇല്ലെങ്കിൽ ഇമിഗ്രൻസിനെതിരെ നമുക്കറിയാം ആന്റി ഇമിഗ്രന്റ് പ്രൊട്ടസ്റ്റുകളാണ് യു കെയുടെ പല ഭാഗങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു നല്ലൊരു വാർത്തയല്ല എന്ന് എല്ലാവർക്കും തന്നെ അറിയാം. കാരണം യു കെയിലേക്ക് കുടിയേറാൻ നിൽക്കുന്നവർക്കും യു കെയിലുള്ളവർക്കും അതെല്ലാം ഒരു വലിയ രീതിയിലുള്ള ചോദ്യചിഹ്നം ഇല്ലെങ്കിൽ നമുക്കെല്ലാം ഒരു വലിയൊരു പ്രശ്നം ഉയർത്തുന്ന ഒരു സംഭവം തന്നെയാണ്. നമുക്കറിയാം ഈ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് യു കെയുടെ ഇപ്പോഴുള്ള നമ്മൾ വന്ന സമയത്തുണ്ടായിരുന്ന യു കെയുടെ ഒരു മുഖമല്ല. തീർച്ചയായിട്ടും അതിനൊരു വലിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ആൾക്കാരുടെ ഇടയിൽ പെരുമാറുമ്പോഴും ഇല്ലെങ്കിൽ പലരും നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിനടക്കം ചെറിയ രീതിയിലുള്ള ഒരു മനപ്രയാസം ഇല്ലെങ്കിൽ എന്താ പറയുക, ഒരു വ്യത്യാസങ്ങൾ കാണാനായിട്ട് ഉണ്ടായിരുന്നു. നമുക്കറിയാം നല്ലവരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും നമ്മളെ സഹായിക്കുന്നതും നമുക്ക് പല കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതുമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അതിനിടയിൽ ആൾക്കാരിൽ ഉണ്ടായിട്ടുള്ള ഈ പറഞ്ഞ ഒരു കൊലപാതകത്തെ തുടർന്ന് ആൾക്കാരുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം അത് വലിയൊരു വ്യത്യാസം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു നമ്മുടെ പ്രക്ഷോഭം ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കലാപം ഈ ഉടനടി തന്നെ നിർത്തലാക്കും ഇല്ലെങ്കിൽ നിർത്തലാവും എന്നൊന്നും നമുക്ക് ഒരു പ്രതീക്ഷയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി അത് ഓരോ രീതിക്ക് വഷളായിക്കൊണ്ടിരിക്കുന്നു. പെട്രോൾ ബോംബ് സഹിതം പലതും എടുത്ത് ആക്രമിക്കുന്നു പോലീസിന് നേരെ. ബെൽഫാസ്റ്റിൽ കഴിഞ്ഞ ദിവസം പെട്രോൾ ബോംബുകളും കാര്യങ്ങളും കൊണ്ടാണ് പോലീസിനെ ആക്രമിച്ചത്. വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യുന്നില്ല, കാരണം അത് തീർച്ചയായിട്ടും കോപ്പിറൈറ്റ്സിന്റെ കുറച്ച് ഇഷ്യൂസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് വീഡിയോസ് ഷെയർ ചെയ്യുന്നില്ല. സോ പല ഏരിയകളിലും കഴിഞ്ഞ ദിവസം പ്ലേമൗത്തിലും കാര്യങ്ങളെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ പല ഏരിയയിൽ നിന്നും ഇതേപോലുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത് വലിയ രീതിയിൽ വർദ്ധിക്കുമെന്ന് തന്നെ പല മാധ്യമങ്ങളും ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലൂടെ ആണെങ്കിലും ന്യൂസുകളിലൂടെയാണെങ്കിലും വാൺ ചെയ്യുന്നുണ്ട്. ചില പോലീസ് ഇല്ലെങ്കിൽ ചില ഏരിയയിലുള്ള പോലീസ് സംവിധാനങ്ങളും ഇത് വാൺ ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് ഈ പറഞ്ഞ പ്രശ്ന ബാധിത സ്ഥലങ്ങളിലേക്ക് സന്ദർശിക്കുന്ന ആൾക്കാർ ഒന്ന് സൂക്ഷിക്കുക എന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ്ങുകളിൽ യാത്ര ചെയ്യുന്നവർ, സിറ്റി സെന്ററിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നവർ, സിറ്റി സെന്ററിലേക്ക് വിസിറ്റ് ചെയ്യുന്നവർ, സിറ്റികൾ ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. അതുമാത്രമല്ല സിറ്റിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ടാവും. വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക. തീർച്ചയായിട്ടും ഊബറിലൂടെ ട്രാവൽ ചെയ്യാനുള്ള പരിപാടികൾ സംവിധാനങ്ങൾ നോക്കുക. കാരണം ബസ്സിലൂടെയൊക്കെ ട്രാവൽ ചെയ്ത് നമുക്കറിയാം ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ. ഇപ്പോൾ എല്ലാ ഏരിയയിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഏരിയയിൽ ചിലപ്പോൾ ഇന്ന് ഉണ്ടാവണമെന്നില്ല, പക്ഷേ നാളെ ചിലപ്പോൾ അത് ഉണ്ടായേക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവരെയും വാൺ ചെയ്യുന്നുണ്ട്. അതും ഈ പറഞ്ഞ ഇമിഗ്രേഷൻ സോളിസിറ്റേഴ്സ് ഇല്ലെങ്കിൽ ഇമിഗ്രേഷൻ സ്ഥാപനങ്ങൾക്ക് എതിരെയും ഇതേപോലെ പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാവും എന്നുള്ള പല ന്യൂസുകളും ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാം തള്ളിക്കളയുന്ന പോലെ തള്ളിക്കളയണ്ട. കാരണം മലയാളികൾക്ക് നേരെയും ആക്രമണ സംഭവം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം പടക്കം എറിഞ്ഞിരിക്കുന്നതും ഇല്ലെങ്കിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഞാനത് ഇവിടെ പറയുന്നില്ല. അതുമാത്രമല്ല വണ്ടികൾ ഇതുപോലെ അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ആൾക്കാരുടെ. സോ അതുമാത്രമല്ല നേഴ്സുമാർക്കും പല ഏരിയയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ന്യൂസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വളരെ കെയർഫുൾ ആയിട്ട് ഇരിക്കേണ്ട ഒരു സമയമാണ്. അതുമാത്രമല്ല മാക്സിമം ഈ പറഞ്ഞ അനാവശ്യ ട്രാവലുകൾ നമ്മൾ ഈ ഒരു ദിവസങ്ങളിൽ ഒഴിവാക്കുക. കാരണം ഇത് എത്ര ദിവസം നിലനിർത്തും ഇല്ലെങ്കിൽ നിലനിന്ന് ഇങ്ങനെ നീണ്ടു പോകും എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. അത് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പറഞ്ഞ ഫാർ റൈറ്റ് പ്രൊട്ടസ്റ്റിൻ്റെ ഒപ്പം തന്നെ ആന്റി റേസിസ്റ്റ് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ചിലരും വാളും പരിചയമൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാനത് ഷെയർ ചെയ്യാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നമുക്കിവിടെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് ഷെയർ ചെയ്യാൻ പറ്റാത്തതും. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സകല മാധ്യമങ്ങളിലൂടെയും ഈ പറഞ്ഞ ഫാർ റൈറ്റിൻ്റെ ഒപ്പം തന്നെ ഈ ആൻറ്റി റേസിസ്റ്റ് എന്നുള്ള പ്രൊട്ടസ്റ്റും പറഞ്ഞിട്ട് കുറേ ആൾക്കാർ പരിപാടി ഇറങ്ങിയിട്ടുണ്ട്. സോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വഷളാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാറ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരെ വീണ്ടും പ്രൊവോക്ക് ചെയ്യുന്നു, അവരവരുടെ ശക്തി തെളിയിക്കാനായിട്ട് വീണ്ടും വരുന്നു. അത് തന്നെയാണ് നാളെ ഇനി ഈ പറഞ്ഞ കലാപങ്ങൾ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവും എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഏരിയകളിൽ ഇവർക്കെതിരെ ആക്രമണമുണ്ടായി, ആ ആക്രമണത്തിന് പ്രതികരിക്കാനായിട്ട് പോകുന്നു എന്നൊക്കെയാണ് അവരുടെ ഫാർ റൈറ്റ് ഗ്രൂപ്പ്സിന്റെ അല്ലെങ്കിൽ പറയും സൗത്ത് പോർട്ടിന്റെ പേരിലേക്കുള്ള ഗ്രൂപ്പ്സിലൂടെയൊക്കെ ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വീണ്ടും വീണ്ടും പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രൊവോക്ക് ചെയ്തത് അതിനി എന്താവുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്രിസ്റ്റാമറിന്റെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും പോലീസ് ഫോഴ്സിനെയും അറസ്റ്റുകൾ വ്യാപിക്കുന്നു, ജയിലിൽ ഇനിയും വേക്കൻസികൾ ഉണ്ട് എന്ന് പറയുന്നു, ഒരു സൈഡിൽ നിന്ന് ജയിലുകൾ നിറയുന്നു എന്നുള്ള കാര്യങ്ങളും പറയുന്നു. അതായത് ഓൾറെഡി ജയിലുകൾ നിറഞ്ഞിട്ട് ആൾക്കാർ റിലീസ് ചെയ്യാനായിട്ടുള്ള ഒരു പദ്ധതിയൊക്കെ ക്രിസ്റ്റാമർ ഗവൺമെന്റ് വന്നപ്പോൾ തന്നെ ആദ്യമായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീണ്ടും ആൾക്കാരെ അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടി നോക്കുന്നു. എത്രത്തോളം ഇതൊക്കെ പോസിബിൾ ആവുന്നത് പ്രാക്ടിക്കലി ചിന്തിച്ച് നോക്കുമ്പോൾ ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. എങ്കിലും പ്രക്ഷോഭങ്ങൾ എത്ര ദിവസം ഇനി നിലനിൽക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഫാർ റൈറ്റ് ഗ്രൂപ്പിന്റെ പ്രൊട്ടസ്റ്റുകൾ നമ്മളെല്ലാവരും സൂക്ഷിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾ ലീഗലാണോ ഇല്ലീഗലാണോ എന്ന് ചോദിച്ചിട്ടല്ല അടിക്കുന്നത്. നമ്മളുടെ കളറും ഇല്ലെങ്കിൽ നമ്മളുടെ രാജ്യഭേദം അവർ തന്നെ മനസ്സിലാക്കിയിട്ടോ ഇല്ലെങ്കിൽ അവർ എങ്ങനെയൊക്കെയോ കണക്ക് കൂട്ടിയിട്ടൊക്കെയാണ് അടിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ പലരും പല വീഡിയോസിലൂടെയും ഏഷ്യൻസിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. പല ഏരിയയിലും മലയാളികൾക്ക് നേരെ ഒരു അക്രമശ്രമം കണ്ടു. സോ അതുകൊണ്ട് തന്നെ വളരെ വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഒന്നാമത്തെ കേസ് പറയുള്ളത്. സോ ഈ ഒരു പ്രൊട്ടസ്റ്റിനെ ചുറ്റിപ്പറ്റിയിട്ട് മലയാളികൾ സോഷ്യൽ മീഡിയയിൽ അങ്ങായിട്ട് ചളിവാരി എറിയുന്നതും പല പോസ്റ്റുകളും കമന്റുകളുമായിട്ട് പലരും മുന്നോട്ട് വരുന്നത് നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും അതിനകത്ത് മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ UK വന്നിട്ട് UK ഒരു ഇതിനനുസരിച്ചിട്ട് ജീവിക്കുന്നില്ല. വരുന്നവർ പബ്ലിക്കായിട്ട് ഒച്ചത്തിൽ ബസ്സിനകത്ത് കയറി സംസാരിക്കുന്നു. അതുപോലെ പബ്ലിക് പാട്ട് വെച്ചിട്ട് പബ്ലിക്കായിട്ട് വന്ന് ഡാൻസ് കളിക്കുന്നു. നടുറോട്ട് വണ്ടി തടസ്സപ്പെടുത്തിയിട്ട് ഡാൻസ് കളിക്കുന്നു. അതുപോലെ തന്നെ കടയുടെ മുമ്പിൽ ഡാൻസ് കളിക്കുന്നു. മുണ്ടെടുത്തിട്ട് കടയിൽ പോകുന്നു, മുണ്ടെടുത്ത് ഡാൻസ് കളിക്കുന്നു, സാരി എടുത്ത് ഡാൻസ് കളിക്കുന്നു. ഇവിടെ വന്ന സ്റ്റുഡൻസ് ആണ് ഇതിനൊക്കെ കാരണക്കാർ. അങ്ങനെയൊക്കെ പോസ്റ്റുകളും കമൻറ്റുകളും വരുന്നു. ഇവിടെയുള്ള സ്റ്റുഡൻ്റാണ് കാരണക്കാർ എന്ന് പറയുന്ന ആൾക്കാരുടെ ചേതോ വികാരം എന്തെന്ന് എനിക്കറിഞ്ഞൂടാ. ഇവിടെ വന്നിട്ടുള്ള സ്റ്റുഡൻസ് വലിഞ്ഞു കയറി വന്നവരൊന്നുമല്ല. ഇവിടെ 10, 17, 18, 20 ലക്ഷം രൂപ കൊടുത്തിട്ട് അന്തസ്സായിട്ട് പഠിക്കാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, അതിനും അവർ മൂഞ്ചിക്കുന്നുണ്ട്. അത് നമുക്കറിയാം. അത് പല രീതിയിൽ അവരെ പറ്റിക്കുന്നുണ്ട്. ഇവിടെ കൊണ്ടുവന്നിട്ട് പറ്റിക്കുന്നുണ്ട്. അത് യൂണിവേഴ്സിറ്റികൾ പറ്റിക്കുന്നുണ്ട്. പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് യഥാർത്ഥ വശം. പിന്നെ ഇവിടെ വന്ന സ്റ്റുഡൻസ് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഡാൻസ് കളിക്കുന്നു, ഈ മറ്റേ സോഷ്യൽ മീഡിയയിൽ ഇടാനായിട്ട് പലതും കാണിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ UK എന്നുള്ള രാജ്യം വളരെ ലിബറൽ ആയിട്ടൊരു രാജ്യമാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. എനിക്കിപ്പോൾ അതിനൊക്കെ ഇവിടെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടെന്നോ അതിനൊരു ബാൻ ഉണ്ടോയെന്നോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ ഒരു കാര്യം എഗ്രി ചെയ്യുന്നു. നിങ്ങൾ പറയുന്ന പോലെ പബ്ലിക് ന്യൂസൻസ് ഉണ്ടാക്കിയിട്ട് ഡാൻസ് കളിക്കുന്നതും പബ്ലിക് ന്യൂസൻസ് ആക്കുന്ന വിഷയങ്ങൾ, അതായത് ബസ്സിനകത്ത് കയറിയിട്ട് ഒച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യം, അതായത് മറ്റുള്ളവരെല്ലാം ഇംഗ്ലീഷുകാരാണ്, ഞാൻ പറയുന്ന ആർക്കും മനസ്സിലാകുന്ന ഒച്ചത്ത് സംസാരിച്ചേക്കാം എന്ന് വിചാരിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം കോൾ ചെയ്തിട്ട് പലരും എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ചേട്ടാ, ഞങ്ങൾ വണ്ടിയിൽ പോകുന്ന സമയത്ത് ഒരാളിങ്ങനെ ഒച്ചത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു, ഒരു പെൺകുട്ടി ഒച്ചത്തിരുന്ന് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചായിരുന്നു. പക്കയായിട്ട് തെറ്റാണ്. അത് തെറ്റാണ്. അത് മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു പബ്ലിക് ന്യൂസൻസ് മാത്രമല്ല, ഈ പറഞ്ഞ ചിന്താഗതി ഇപ്പോൾ ഒരു ഫാർ റൈറ്റ്സിന് ഉണ്ടായിട്ടുള്ള ആൻറ്റി ഇമിഗ്രൻറ്റ് ചിന്താഗതി അവർക്ക് ഉണ്ടായില്ലെങ്കിൽ അത്ഭുതമേ ഉള്ളൂ. അതിപ്പോൾ പബ്ലിക്കായിട്ട് വലിയ സൗണ്ട് ഉണ്ടാക്കിയിട്ടും ഇല്ലെങ്കിൽ കൂട്ടം കൂടി നിന്നിട്ട് ആൾക്കാരെ കളിയാക്കുകയും ഇല്ലെങ്കിൽ ആൾക്കാരെ എന്താ പറയുക അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതും തെറ്റാണ്. എന്തിന് അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പലതും തെറ്റുമുണ്ട് ശരിയുമുണ്ട്. ഞാൻ പറഞ്ഞല്ലേ, ഇപ്പം നമ്മുടെ നടു റോട്ടിൽ നിന്ന് ഡാൻസ് കളിക്കുന്നു. അതിപ്പോൾ നടു റോട്ടിൽ ഡാൻസ് കളിക്കാം, പ്രശ്നമില്ല. ഇവിടെ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉള്ളതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞ വണ്ടി ബ്ലോക്ക് ചെയ്ത് പബ്ലിക് ന്യൂസൻസ് ഒരാളെ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്ത് ഡാൻസ് കളിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റാണ്. അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ പറഞ്ഞിരിക്കുന്നതിന് ഉത്തമമായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു തീർച്ചയായിട്ടും. അതുപോലെ മുണ്ടെടുത്ത് ഡാൻസ് കളിക്കുന്നു, സാരി എടുത്ത് ഡാൻസ്, അത് ആരെയും ഉപദ്രവിക്കാതെ ഡാൻസ് കളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നമില്ല. ഇപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങിയാൽ തന്നെ ആൾക്കാരുടെ മനസ്സിൽ ആൻറ്റി ഇമിഗ്രൻറ്റ് ചിന്താഗതി കയറുന്നുണ്ടെങ്കിൽ അത് നമ്മളെ കണ്ടാൽ തന്നെ കയറുമല്ലോ. അങ്ങനെയാണെങ്കിൽ അല്ലേ, ഡാൻസ് കളിക്കണമെന്നില്ല. നമ്മളുടെ അപ്പിയറൻസ് കണ്ടിട്ടും നമ്മളുടെ കോലം കണ്ടിട്ടൊക്കെ അവർക്ക് ചിന്തിക്കാം. അതിന് ഡാൻസ് കളിച്ചുകൊണ്ട് പെട്ടെന്ന് കയറി വരാനൊന്നും അതിനകത്ത് പോകുന്നില്ല.
പിന്നെ ഈ പറഞ്ഞ പോലെ പബ്ലിക് ന്യൂസൻസ് ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ ഈ പറഞ്ഞ ഉപദ്രവിക്കുന്ന രീതിക്ക് ചെയ്യുന്നതൊക്കെ പക്കയായിട്ടും തെറ്റാണ്. അത് ചെയ്യുന്നതിൽ ഞാനും തെറ്റാണ്. ഈ വണ്ടി ബ്ലോക്കാക്കി അതിനകത്ത് ഡാൻസ് കളിക്കുന്നതും എല്ലാം തെറ്റായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷേ അതുപോലെ തന്നെ അത് എല്ലാം അങ്ങനെയൊന്നുമല്ല. ചിലതൊക്കെ അവരുടെ പേഴ്സണൽ വീട്ടിലേക്ക് പോകുന്ന റൂട്ടിലുള്ള വഴികളൊക്കെയാണ്. ആ വഴിക്ക് നിന്ന് ഡാൻസ് കളിക്കുമ്പോൾ ഒരു വണ്ടി വന്നു, അവർ അറിയുന്ന വ്യക്തികളായിരിക്കാം അത്, അല്ലേ? സോ അറിയുന്ന വ്യക്തികൾ വീഡിയോയിൽ ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ വീഡിയോയിൽ കണ്ടതെല്ലാം റിയൽ ആണെന്നൊന്നും വിചാരിക്കരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വേറൊരു വശങ്ങളും ഉണ്ടാവില്ലേ, അതും കൂടി ചിന്തിക്കാം. അത് ചിന്തിച്ചിട്ട് ഒരു ആളെ ആക്രമിക്കുക എന്നുള്ളതും ഞാൻ കണ്ടു. അത് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള പരിപാടിയാണ്, മലയാളികളുടെ പരിപാടികൾ തന്നെയാണ് ആക്രമിക്കുക എന്നുള്ളത്. ഓക്കെ, പിന്നെ നേരെ മുന്നേ പറഞ്ഞ പോലെ തന്നെ സ്റ്റുഡൻസ് ആണ് ഇതൊക്കെ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഒരു കാരണവശാലും ഇത് സ്റ്റുഡൻസ് മാത്രമല്ല, നിങ്ങളും ചെയ്യുന്നുണ്ട്. ഇവിടെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഇതേപോലെ ആൻറ്റി ഇമിഗ്രൻറ്റ് ചിന്താഗതി അവരുടെ ഉയർത്തും എന്നുണ്ടെങ്കിൽ ഇവിടെ നടക്കുന്ന പല പ്രോഗ്രാമുകളും അത് എന്തുകൊണ്ട് അവർക്ക് ഉയർത്തുന്നില്ലേ ഈ ആൻറ്റി ഇമിഗ്രൻറ്റ് ചിന്താഗതി? പല പ്രോഗ്രാമും നമ്മൾ നടത്തുന്ന പല പ്രോഗ്രാംസും അതിന് അങ്ങനൊരു ചിന്താഗതി ഉയർത്താനുള്ള സാധ്യതയില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും അതൊക്കെ സാധ്യതയുണ്ട്. അവർ ചെയ്യുന്നത് തെറ്റാണെങ്കിലും ഇവർ ചെയ്യുന്നതും തെറ്റാണ്, നമ്മൾ ചെയ്യുന്നതെല്ലാം തെറ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതി ഇപ്പോഴാണ് ഉണർന്നു വന്നത്. അത് ഉണർന്നു വരാനായിട്ട് ആ ഒരു സൗത്ത് പോർട്ടിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇഷ്യൂ, അതുമാത്രമല്ല ഇവിടെ ചെയ്യുന്ന പല റീസൺസും അത് നിങ്ങൾ പറയുന്നതും ഞാൻ അഗ്രി ചെയ്യുന്നു. ഇതേപോലെ ഒച്ചത്തിൽ സംസാരിച്ചിട്ടും ഇല്ലെങ്കിൽ ആൾക്കാരെ അപ്പുറത്തുള്ള നൈബേഴ്സിനെ ഡിസ്റ്റർബ് ചെയ്തിട്ടും ഇവിടെ എന്തിന് ആൾക്കാരെ പബ്ബിൽ പോയിട്ട് അലമ്പുണ്ടാക്കി ഇടിച്ച കേസ് വരെ ഉണ്ട്. അവർക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തക്കതായിട്ടുള്ള പണിഷ്മെന്റ് കൊടുത്തേ പറ്റുള്ളൂ. അതൊക്കെ ഇവരൊക്കെ കാരണം തന്നെയാണ് ഇതേപോലെ പ്രശ്നങ്ങൾ വഷളാവുന്നതും. അതും ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട്. ഞാനതും ഉള്ളതുള്ള പോലെ പറയണം. എല്ലാം അങ്ങോട്ട് പാടെ തെറ്റാണെന്ന് നമുക്കൊന്നും പറയാനായിട്ട് സാധിക്കില്ല, അല്ലേ? ചിലത് തെറ്റായിരിക്കാം, ചിലത് അവിടുത്തെ എന്താണ് സിറ്റുവേഷൻ പറയാതായിരിക്കും നിങ്ങൾ ചിലപ്പോൾ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് അടിക്കുന്നത്, അല്ലേ? സോ അങ്ങനെ കമൻറ്റ് അടിക്കാൻ ഞാൻ പറഞ്ഞ പിന്നെ വീഡിയോ ചെയ്യുന്നവരുടെ അടുത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വീഡിയോ ചെയ്ത് ഒരു പ്രശ്നമില്ല, പബ്ലിക്കായിട്ട് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ന്യൂസൻസ് ഉണ്ടാവുന്നുണ്ടോ, പ്രശ്നം ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വ്യൂസ് നിങ്ങൾക്കറിയാം, നിങ്ങൾക്കത് എവിടെ പോയി കളിച്ചാലാണ് വ്യൂസ്. അതാണ് നടു റൂട്ടിൽ നിന്ന് ഡാൻസ് കളിച്ച് നിങ്ങൾ വീഡിയോ ഇടുന്നത്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ അവിടെ റെസ്ട്രിക്ഷനോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി ഇതേപോലുള്ളൊരു ചിന്താഗതി ഉണർത്താനുള്ളൊരു സാധ്യത അവിടെ ഉണ്ടാക്കി കൊടുക്കണോ എന്നുള്ളതും ഇവർ പറയുന്ന ഈ പറഞ്ഞ ഇപ്പം നിങ്ങളിപ്പോൾ ചിലർ വിശേഷിപ്പിക്കുന്ന അമ്മാവൻസ് എന്നുള്ള രീതിയിൽ വിശേഷിപ്പിക്കുന്ന ആൾക്കാർ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ചിലത് കറക്റ്റാണ് കേട്ടോ, ചിലത് കറക്റ്റാണ്. അത് നമുക്ക് വളരെ ബോധ്യപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് ഫുള്ള് തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല, കുറേ ശരിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പേരിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയണ്ട എന്നുള്ള കാര്യം കൂടി പറയട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൻറ്റി ഇമിഗ്രൻ്റ് ആണ്. അതിപ്പോൾ നിങ്ങൾ ചളിവാരി എറിഞ്ഞാലും എറിഞ്ഞില്ലെങ്കിൽ നിങ്ങളും അതേ തന്നെ ആ ഗണത്തിൽ. അല്ലാതെ നിങ്ങൾ ഇനിയിപ്പോൾ പെട്ടെന്ന് കയറിയിട്ട് ഇവിടുത്തെ ബ്രിട്ടീഷുകാരനാവാൻ പോകുന്നൊന്നുമില്ല. ഓക്കെ, ആ കാര്യം കൂടി മനസ്സിലാക്കുക. ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്, ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് ഈ ഒരുമിച്ച് നിന്ന് സർവൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ചാനൽ ആദ്യമായിട്ടേക്ക് ഞാൻ പറയണത് പറഞ്ഞു, സോറി. അപ്പോൾ ചാനൽ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ഇൻഫർമേറ്റീവ് കാര്യങ്ങളെ കുറിച്ചിട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഷെയർ ചെയ്തിട്ട് ബൈ.